ഗർഭധാരണം നടക്കുവാനും അത് തുടർന്നു പോകുന്നതിനുമായിട്ടുള്ള എന്തെല്ലാം കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമുക്കറിയാൻ പറ്റും, പലപ്പോഴും നമ്മളടുത്ത് വരുന്ന പല രോഗികളും, അതായത് കുട്ടികളില്ലാത്തതിന് വേണ്ടി ചികിത്സയ്ക്ക് വരുന്ന പല ദമ്പതിമാരും ചോദിക്കാറുണ്ട് എന്തെല്ലാം ആണ് നമ്മൾ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്ന്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്നാമതായിട്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ടത് ശരിയായ രീതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റും, നമ്മളടുത്ത് വരുന്ന പല കേസുകളിലും ശരിയായ രീതിയിൽ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല അവരുടെ ശാരീരിക ബന്ധം ഉണ്ടാവാറ്. പലപ്പോഴും പുരുഷന്മാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പുരുഷന്മാരിലെ അത്തരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ശീഘ്രസ്ഖലനം, അതുപോലെ തന്നെ എന്താ വെച്ചാൽ ബന്ധപ്പെടുമ്പോഴുള്ള വേദന എന്നീ മാനസികമായ ടെൻഷൻ എന്നിവ മൂലമൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം ശാരീരികമായി പ്രോപ്പറായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരുപാട് ദമ്പതിമാരുണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീകളിൽ കാണുന്നതാണ് വജൈനയ്ക്ക് ഡ്രൈനെസ്, അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ കുറവ്, പെയിൻഫുൾ ആയിട്ടുള്ള ഡിസ്പെരിയൂണിയ എന്ന് പറയുന്ന കണ്ടീഷൻ, അതുപോലെ തന്നെ വജൈനിസ്മസ് എന്നുള്ള തരത്തിലുള്ള കണ്ടീഷൻ. ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ കാരണവും ഇതുപോലെയുള്ള ശരിയായ രീതിയിലുള്ള ശാരീരിക ബന്ധം ഉണ്ടാവാറില്ല. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഈ ശാരീരിക ബന്ധം ശരിയായിട്ട് ഉണ്ടാവാതിരിക്കുമ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ഗർഭധാരണം ലേറ്റ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇത് വളരെ വേഗം മാറ്റിയെടുക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് പറയുന്ന മറ്റൊരു പ്രധാന കാരണമാണ് പ്രത്യുൽപാദന അവയവങ്ങളുടെ ഘടനയും സ്ഥാനത്തിലൊക്കെയുള്ള വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മൂലം. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പുരുഷന്മാരെ പറ്റി പറയുകയാണെങ്കിൽ ചില പുരുഷന്മാരുടെ ടെസ്റ്റിസ്, അതായത് വൃഷണം വൃഷ്ണസഞ്ചിയിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു വൃഷണം മാത്രമായിരിക്കും ഉണ്ടാവുക, ചിലപ്പം അത് നമ്മുടെ അബ്ഡോമിനൽ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ വയറിൻ്റെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും. അപ്പോൾ അത്തരത്തിലുണ്ടോ എന്ന് നമ്മുടെ പുരുഷന്മാരെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ വൃഷ്ണസഞ്ചിയിൽ 2 വൃഷ്ണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്നാണ് ഹൈപ്പോസ്പാഡിയാസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് നമ്മുടെ പെനിസിൻ്റെ ഓപ്പണിംഗ് കുറച്ച് വ്യത്യാസത്തിൽ വരും. അത്തരത്തിലുള്ള ഈ വ്യത്യാസമൊക്കെ വരുമ്പം നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും മീൻസ് പ്രോപ്പറായിട്ടുള്ള ബീജസംയോജനം നടക്കാതിരിക്കുകയൊക്കെ ചാൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രത്യുൽപാദന അവയവങ്ങളിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ഓവറിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ യൂട്രസ് ചിലപ്പോൾ ബൈക്കോർണേറ്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തത്, അതുപോലെ സെപ്റ്റ് ഉണ്ടാവുക, അങ്ങനത്തെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഫെലോപ്പിയൻ ട്യൂബിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ എന്താവാം നമ്മുടെ ഗർഭധാരണം ലേറ്റ് ആക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ ബഹുമാനപ്പെട്ട ആറ്റക്കോയ എന്ന് പറഞ്ഞാൽ നൂറെ ഹബീബ് ആറ്റക്കോയാണ്. ഇദ്ദേഹത്തിൻ്റെ കറാമത്ത് 1-2 അല്ല, ഒരുപാട് കറാമത്തുകൾ ഉള്ളതാണ്. ഈ ഒരു മജ്ലിസ് തുടങ്ങിയതിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് സ്ത്രീകൾക്ക് കുട്ടികളായി. കുട്ടികളില്ലാത്തവർക്കെല്ലാം കുട്ടികളുണ്ടാക്കി കൊടുക്കുന്ന ഒരു ശില്പിയാണ് ഇദ്ദേഹം. 30 വർഷത്തിൽ കുട്ടി ആകാത്ത ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തെ ആ സ്ത്രീയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് നിങ്ങൾ കാണണം, കേൾക്കണം, കേട്ടോളൂ ഇൻഷാ അല്ലാഹ്. അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതൊരു സ്വർണ്ണമോതിരാണ്, ഒരു ഉമ്മ കൊണ്ട് തന്നതാണ്. ഉമ്മ തങ്ങളെടുത്ത് മുമ്പ് വന്നിരുന്ന ദത്തിമക്കല്ലേ, ഓർക്കനെ പറയും. എന്തെങ്കിലും പേര്? എന്റെ പേര് സുലൈഖ. സ്ഥലം എവിടെ? സ്ഥലം പുത്താന്താണ്. പുത്തനത്താണ്. നിങ്ങൾ എന്ത് വിഷയമായിട്ട് വന്നിരുന്നേ? ഞാൻ എന്റെ കുട്ടിക്ക് ഒരു 9 വർഷമായിട്ടും മക്കളുണ്ടായിരുന്നില്ല. 9 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ നെയ്യത്ത് വെച്ചു. സലാത്തുൽ ഫാത്തിഹ കേൾക്കലുണ്ട്. അപ്പൊ 9 വർഷത്തിന് ശേഷം മരുമകള് ഗർഭിണിയായി. ആ സന്തോഷം അറിയിക്കാനും അവർ നീർച്ചയെത്താക്കിയ ഒരു മോതിരം. അപ്പോ അൽഹംദുലില്ലാഹ് ഒരു നീർച്ചയെത്താക്കി ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി, നല്ല സന്തോഷം, ഒരു ആൺകുട്ടി ജനിച്ചാൽ അതിന്റെ മുടിക്ക് കണക്കാക്കിയിട്ടൊരു മോതിരം കൊണ്ടുതരാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് 10ാമത്തെ വർഷം മക്കളായി. അപ്പൊ അതിന്റെ സന്തോഷത്തിന് ഒരു മോതിരം കൊണ്ടു തന്നതാണ്. അള്ളാഹു ഖൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കുട്ടിക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇതാണ് സാധിക്കുന്നത്. ഇതാണ് സഹോദരന്മാരെ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ആറ്റക്കോയയാണ്. ആറ്റക്കോയക്ക് അത്രയുമുള്ള ഒരു കറാമത്താണ്. കുട്ടികളില്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല.
കുട്ടികളില്ല എന്ന് ഇനി ഒരുപാട് പുരുഷന്മാർ ഏത് കാരണത്താലാണ് ഈ ഒരു കല്യാണം കഴിച്ചതിന് ശേഷം തലാക്ക് പറയാൻ വേണ്ടി, തലാക്ക് ചൊല്ലി വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന ചില മണ്ടന്മാർ സ്ത്രീകളെ ഉപദ്രവിക്കാൻ വേണ്ടി, അതുപോലെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കുട്ടികളെ ഇല്ലാത്ത ആകുന്ന അവസരത്തിലാണ് അവർ മുതലെടുക്കുന്നത്. അതുകൊണ്ട് ഇനി അതൊന്നും സംഭവിക്കുകയില്ല. കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ആറ്റക്കോയയുടെ അടുക്കലേക്ക് അയക്കുക. നൂറെ ഹബീബെ കണ്ട് കേട്ട് അവിടെ താമസിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ കുട്ടികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്. ഉറപ്പായും ഉണ്ടാകും. ഇത്രയും കറാമത്തിനുടമയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾ. അദ്ദേഹത്തിനെ കണ്ട് മനസ്സിലാക്കിയാൽ മതി. എവിടെയും ചികിത്സയ്ക്ക് പോകേണ്ട ആവശ്യവുമില്ല. കുട്ടികൾ ആയിട്ടില്ലെന്ന് വിഷമിക്കേണ്ട ആവശ്യവുമില്ല. കുട്ടികളായില്ലെങ്കിൽ ശ്രമിക്കേണ്ട ഭാര്യാഭർത്താക്കന്മാർ ശ്രമിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകളെ അങ്ങോട്ട് അയച്ചാൽ മതി. അവിടെ പോയി അവിടുത്തെ എന്താണ് കാര്യം ഉള്ളത് അതെല്ലാം അദ്ദേഹം പറയും. അതെല്ലാം ചെയ്താൽ അവിടുത്തെ കറാമത്തിൽ കുട്ടികൾ ഉണ്ടാകും. 9 വർഷമോ 18 വർഷമോ എത്ര വർഷം കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് പോലും കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.